അവരെ ജോസ്യനിലുള്ള സ്വാഗതം. നമ്മുടെ തേനീച്ചക്കൂടുകൾ ഈ കളനാശിനി അടിക്കുമ്പോൾ ഒത്തിരി നഷ്ടമാകി പോകുന്നുണ്ട്. നമ്മുടെ തേനീച്ചക്കൂട്ടുകാരിലുള്ള ഒരു അംഗമായ നോബൽ ചേട്ടായി പല സ്ഥലങ്ങളിലും തേനീച്ചക്കൂട് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഈ റോഡരികിലെല്ലാം കളനാശിനി അടിക്കുന്നുണ്ട്. ഗ്ലൈസിൽ പോലെ കളനാശിനി അടിച്ചു കഴിയുമ്പോൾ തേനീച്ചക്കൂടിൽ 190 എണ്ണമാണ് നഷ്ടപ്പെടുന്നു പോകുന്നത്. അതുപോലെ തന്നെ ഭരണങ്ങാനത്തുള്ള ചേട്ടൻ്റെയും നമ്മുടെ ജോസ് ചേട്ടൻ്റെയും ഇതുപോലെ തേനീച്ചക്കൂടുകൾ ചുറ്റുപാട് കൈതകൃഷിയുണ്ട്. കൈതകൃഷിയിൽ അടിക്കുന്ന ഈ കളനാശിനികളും അതുപോലെ ചില മരുന്നുകളും ഈ കൈതക്കേടുണ്ടാകാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ തേനീച്ചകളെ ബാധിക്കുന്നുണ്ട്. തേനീച്ചകൾ അവിടെയൊക്കെ പോകുമ്പോൾ പൊടിയൊക്കെ ശേഖരിക്കാനും നെക്ടർ ശേഖരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂട്ടിൽ വരുമ്പോൾ കൂട്ടിലുള്ള മറ്റ് തേനീച്ചകൾക്കും രോഗം ബാധിക്കുന്നു, മുഴുവനായിട്ട് ചത്ത് വീഴുന്നു. ഇതൊരു വലിയ പ്രതിഭാസമാണ്. അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ജമ്പിൻ്റെ ഉപയോഗം. ജമ്പ് അമേരിക്കയിലൊക്കെ ഒരു 40 വർഷം മുമ്പ് നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ വ്യാപകമായിട്ട് ഈ ഉറുമ്പിനെ കൊല്ലാനും ഒക്കെ ആയിട്ട് ജമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ജമ്പിൻ്റെ അത് ചിലർ മധുരമൊക്കെ ചേർത്ത് ഈ നിരനിരയായി പോകുന്ന ഉറുമ്പുകൾക്ക് നേരെ അടിക്കുമ്പോൾ ഉറുമ്പുകൾ മാത്രമല്ല തേനീച്ചകളും പോയി അത് കുടിക്കുന്നു. തേനീച്ചകളിൽ ഒരാൾ കുടിച്ചാൽ മതി, ബാക്കി എല്ലാവരും ചത്തുപോകും. ജമ്പിൻ്റെ വളരെ മാരകമായ ദൂഷ്യമുള്ള ഒരു കീടനാശിനിയാണ് ജമ്പ്. അത് 400 വർഷം വരെ മണ്ണിൽ അതിൻ്റെ അതിൻ്റെ കെമിക്കൽ ഇഫക്റ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കുട്ടികളിലൊക്കെ 10 വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഇഫക്റ്റ് അറിയാവുന്നത്. മുതിർന്നവർക്ക് പെട്ടെന്നുണ്ടാകും. കുട്ടികളിൽ 10 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ മാരകമായ ഇഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് ഗ്ലൈസിൽ പോലുള്ള വസ്തുക്കൾ ഈ ജമ്പ് പോലുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും നമ്മൾ നിരോധിക്കണം.